സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7 ഉപവാസ പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനം. വത്തിക്കാൻ സിറ്റി. ഇസ്രയേലും ഭീകര സംഘടനയായ ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ച് ഒരു വർഷം തികയുന്ന ഒക്ടോബർ 7 തിങ്കളാഴ്ച സമാധാനത്തിനായി പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ദിനമായി ആചരിക്കുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം. ഇന്ന് ഒക്ടോബർ 2 രാവിലെ സിനഡ് അസംബ്ലിയുടെ 2ാം സെഷന്റെ ഉദ്ഘാടന കുർബാന മധ്യേ പങ്കുവച്ച സന്ദേശത്തിന്റെ അവസാനത്തിലാണ് വിശുദ്ധ നാട്ടിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പാപ്പ ആഹ്വാനം ചെയ്തത്. ഒക്ടോബർ 7 ലോക സമാധാനത്തിനായി പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ഒരു ദിവസം ആചരിക്കാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ആചരിക്കാം. നമുക്ക് കർത്താവിനെ ശ്രവിക്കാം. ആത്മാവിനാൽ നയിക്കപ്പെടാൻ നമുക്ക് നമ്മെ തന്നെ അനുവദിക്കാം. അടുത്ത ഞായറാഴ്ച ഒക്ടോബർ 6 സമാധാനത്തിനായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ സാന്താ മരിയ റോമൻ ബസിലിക്കയിലേക്ക് പോകുമെന്നും സൂചിപ്പിച്ചു. ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബല ഒക്ടോബർ 7 ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനത്തിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ചെലവിടാൻ വിശ്വാസികളുടെ ആഹ്വാനം ചെയ്ത് കത്തെഴുതിയിരുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകര സംഘം ഇസ്രയേലിനെതിരെ അപ്രതീക്ഷിത ആക്രമണം നടത്തിയതോടെയാണ് ആക്രമണ പരമ്പരകൾക്ക് തുടക്കമായത്. ആയിരക്കണക്കിന് സാധാരണക്കാരാണ് കൊല്ലപ്പെടുകയും നിരവധി ബന്ദികൾ തടങ്കിലാക്കപ്പെടുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ രാത്രി ഇറാൻ ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയതോടെ വലിയ സംഘർഷ ഭീതിയിലാണ് വിശുദ്ധ നാട്. യുദ്ധത്തിന്റെ ആരംഭം മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സമാധാനത്തിനായി അഭ്യർത്ഥിക്കുകയും സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെടലുകൾ നടത്തുകയും ചെയ്തിരുന്നു. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.